ഹലോ, നമുക്കിന്ന് ക്വില്ലിംഗ് ആർട്ട് വേറൊരു രീതിയിൽ ചെയ്ത് നോക്കിയാലോ? സാധാരണ നമ്മൾ ലെറ്ററിന് പുറത്തായിട്ടല്ലേ ആർട്ട് വർക്ക് ചെയ്യാറ്. ഇന്ന് നമുക്ക് ക്വില്ലിംഗ് ആർട്ട് ലെറ്ററിന് ഉള്ളിലായിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ലെറ്ററൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ലെറ്റർ മേക്കിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെതാണെങ്കിൽ ഷോർട്സും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ ഡീറ്റെയിൽഡായിട്ട് കാണിക്കാത്തത്. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്കെച്ചോ മാർക്കറോ ആണ്. നമ്മൾ ആ ഒരു ആർ എന്ന ലെറ്റർ എഴുതിയപ്പോൾ ആ ഒരു മുകളിലായിട്ട് ഇത്തിരി ഗ്യാപ്പ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. കാരണം എനിക്ക് അവിടെ ഒരു ഫ്ലവർ ഫില്ല് ചെയ്യേണ്ടത് കൊണ്ടാണ്. അപ്പോൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു യെല്ലോ കളർ എടുത്തിട്ട് നമ്മളിവിടെ ഫ്ലവർ പോലെ ഒന്ന് വരഞ്ഞ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്വില്ലിംഗ് പേപ്പർ ഈ ഒരു രീതിയിൽ സെറ്റാക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ ക്വില്ലിംഗ് പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പം ആ ഒരു ഗ്യാപ്പ് ഭാഗം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ അവിടെ കളർ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഗം യൂസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു പേപ്പർ അവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ആദ്യം നമ്മൾ കളർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലവർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിലും അവിടെ ഒരു വൈറ്റ് കളറായിരിക്കും അതിൻ്റെ ഉള്ളിലായിട്ട് ഉണ്ടാവുക. അപ്പം അങ്ങനെ കാണുന്നതിനും കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുക ഇങ്ങനെ ഫില്ല് ചെയ്ത് കാണുമ്പോഴായിരിക്കും. അപ്പോൾ നമ്മൾ ഉള്ളിൽ കളർ ചെയ്തതിന് ശേഷം ഇതുപോലെ പേപ്പർ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. ഞാനിത് ഒരു സ്ഥലത്ത് മാത്രം, ഇവിടെ മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ബാക്കി എവിടെയും അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു രീതിക്കിലും ചെയ്ത് നോക്കൂട്ടോ. ഇനിയുള്ളതൊക്കെ വളരെ സിമ്പിളായൊരു വർക്കാണ്. ജസ്റ്റ് ഒരു സൈഡ് മാത്രം, നമ്മൾ ക്വില്ലിംഗ് പേപ്പറിൻ്റെ ഒരു സൈഡ് മാത്രം ഇതുപോലെ റോൾ ചെയ്തെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ ശരിക്കും ഇങ്ങനെ നിന്നോളും. എന്നിട്ട് നമ്മളിങ്ങനെ ഗമ്മിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ആ ലെറ്ററിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ വെക്കുന്നത് ലെറ്ററിന് പുറത്താണ്. പക്ഷേ ലെറ്ററിന് ഉള്ളിലൊക്കെ നമ്മളിങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. ജസ്റ്റ് റോൾ ചെയ്യാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. റോള് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഒട്ടിക്കുന്നൊന്നുമില്ല. മുന്നേ നമ്മൾ ചെയ്തതൊക്കെ നമ്മളിപ്പോൾ ഒരു ലീഫാണെങ്കിലും അത് അതിൻ്റെതായ രീതിയിൽ റോൾ ചെയ്ത് ലീഫിൻ്റെ ഷേപ്പാക്കി ഒട്ടിച്ച് കൊടുക്കണമായിരുന്നു. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ അങ്ങനെ ഒട്ടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഏതെങ്കിലും ഒരു സൈഡോ അല്ലെങ്കിൽ ഇപ്പോൾ 2 സൈഡിൽ തന്നെ റോൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒട്ടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിനുശേഷം നമ്മൾ ആ ഒരു ലെറ്ററിൻ്റെ ഉള്ളിലോ പുറത്തോ വെക്കുമ്പോൾ മാത്രമേ നമ്മൾ ഒട്ടിച്ച് കൊടുക്കേണ്ടതുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ആദ്യം ഫ്ലവറും അതിൻ്റെ ലീഫും കാര്യങ്ങളുമാണ് ഇപ്പോൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ലെറ്ററിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളൊരു N ലെറ്റർ ചെയ്തപ്പോൾ ഒരുപാട് കമൻറ്റ്സ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ലെറ്റർ ചെയ്യുമോ, ഈ ഒരു ലെറ്റർ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ആൽഫബറ്റിക്കിലുള്ള എല്ലാ ലെറ്റേഴ്സും എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ചെയ്ത് വരണമെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസം എടുക്കും. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ ഓരോ ദിവസമായിട്ട് പോസ്റ്റ് ചെയ്യാം. പക്ഷേ എല്ലാ ദിവസവും ഈ ഒരു ക്വില്ലിംഗ് ആർട്ട് നമ്മൾ ചെയ്യില്ല. കാരണം നമ്മൾ ഓൾറെഡി മറ്റുള്ള ജേർണലിങ്ങും കാർഡ് മേക്കിങ്ങും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇടയിലായിട്ട് നമുക്ക് അതും ഇതുമൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ ക്വില്ലിംഗ് ആർട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ആ ലെറ്ററിൻ്റെ ഉള്ളിലാണ് വെച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നല്ല കളർ കോമ്പിനേഷൻ നോക്കി സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. ആദ്യം ചെയ്തതിനേക്കാളും എളുപ്പം എനിക്ക് ഇതായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം ഇതിൽ നമുക്ക് ഈ ഒരു വർക്ക് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. നമുക്കധികം ലീഫായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഫ്ലവേഴ്സായിട്ടോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് റോൾ ചെയ്യുക വെക്കുക ഇത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും ഇതിൽ പറയാനൊന്നുമില്ല. ആദ്യം ഒരു സൈഡ് റോൾ ചെയ്യുക, പിന്നെ ഇങ്ങനെ ഏതെങ്കിലും ഒരു സൈഡ് ഒന്ന് വളച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രഷിൻ്റെ ബാക്കോ എന്തെങ്കിലും ഇങ്ങനെ ഉരുണ്ട എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ ബാഗിലിട്ട് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വളഞ്ഞ് കിട്ടും. അപ്പോൾ അങ്ങനെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഡിഫറെൻറ്റ് കളർ യൂസ് ചെയ്തിട്ട് ഒന്ന് അങ്ങോട്ടാണെങ്കിൽ ഒന്ന് ഇങ്ങോട്ട്, അങ്ങനെ ആ ഒരു രീതിക്കിൽ ഇങ്ങനെ വളച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ അങ്ങനെ പറഞ്ഞ് ഒരു 1000 സബ്ബൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ ഗിവ് അവേയുടെ കാര്യം ആരും മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണു. അപ്പം എല്ലാവരും ആ ഒരു വീഡിയോ കണ്ടിട്ട് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഞാൻ ഗിവ് അവേൻ്റെ വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് മുന്നേ. 1000 സബ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നമുക്ക് ഗിവ് അവേയിൽ പങ്കെടുക്കാം. അപ്പോൾ 1000 സബ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ വിന്നറെ അനൗൺസ് ചെയ്യാം. അപ്പോൾ ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടോ. അങ്ങനെ നമ്മുടെ ആറിൻ്റെ വർക്ക് ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ അധികം ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല, വീഡിയോ എടുത്തിട്ടില്ല. കാരണം സെയിം വർക്ക് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. എനിക്ക് ഏതായാലും നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാലും കമൻറ്റ് ചെയ്യാം.
നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.